الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു തൗബയിലെ 5-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. فإذا انسلخ الأشهر الحرم فاقتلوا المشركين حيث وجدتموهم وخذوهم وحصروهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم إن الله غفور رحيم. فإذا انسلخ الأشهر الحرم. യുദ്ധം വിരോധിക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ, അത് പിന്നിട്ടാൽ, ഫഖ്തുലുൽ മുശ്രിക്കീന, മുശ്രിക്കുകളെ കൊല്ലുക, ഹൈസു വജത്തുമുഹും, നിങ്ങൾ അവരെ കണ്ടയിടത്ത് വെച്ച്, വഖുദൂഹും, അവരെ പിടികൂടുക, വഹ്സുറൂഹും, അവരെ ഉപരോധിക്കുക, വഖഉദൂ ലഹും കുല്ല മർസദിൻ, എല്ലാ മർമ്മസ്ഥലത്തും എല്ലാ നിരീക്ഷണ സ്ഥലത്തും നിങ്ങൾ നിരീക്ഷണത്തിനായിരിക്കുക. ഫഇൻ താബു, അവർ തൗബ ചെയ്താൽ, വഅഖാമു സ്വലാത്ത, നമസ്കാരം നിലനിർത്തുകയും, വാതൗ സകാത്ത, സകാത്ത് നൽകുകയും ചെയ്താൽ, ഫഖല്ലൂ സബീലഹും, അവരുടെ വഴി വിട്ടുകൊടുക്കണം, അഥവാ അവരുടെ വഴിക്ക് വിടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. ഫൈദൻസലഖൽ അഷ്ഹുറുൽ ഹുറുമു, അഷ്ഹുറുൽ ഹുറും, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം സാധാരണഗതിയിൽ യുദ്ധം ചെയ്യരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടിയുള്ള മാസങ്ങളല്ല. അത് ഏതൊക്കെയാണ്? ഇസ്ലാമിൽ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, റജബ്. ഈ 4 മാസങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ യുദ്ധം ആരംഭിച്ചുകൂടാ. എന്നാൽ ഇങ്ങോട്ട് ഏറ്റുമുട്ടിയാൽ തിരിച്ചടിയൊക്കെ ഉണ്ടാകും. പക്ഷെ ഇവിടെ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ടാൽ അഷ്ഹുറുൽ ഹുറും, ഷഹ്ർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അഷ്ഹുർ. ഹുറും എന്ന് പറഞ്ഞാൽ പവിത്രമായ അല്ലെങ്കിൽ വിശുദ്ധമായ എന്നൊക്കെയാണല്ലോ. അതേത് മാസങ്ങളൊക്കെയാണ്? ഇവിടെ ഈ പ്രഖ്യാപനം നടത്തുന്നത് ഹിജ്റ 9-ാം വർഷം ദുൽഹജ്ജ് 10-ന്, ഹജ്ജിൻ്റെ അന്നാണ്, ബലി പെരുന്നാൾ ദിവസം. അവിടുന്ന് അങ്ങോട്ട് 4 മാസം. അപ്പോൾ ദുൽഹജ്ജ് 10 കഴിഞ്ഞാൽ പിന്നെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ 10 വരെ. കരാർ ലംഘിച്ച രാജ്യദ്രോഹികൾക്ക് 4 മാസം അവസരം കൊടുക്കുക. എന്തിന്? അവരുടെ നിലപാടുകളെ പുനഃപരിശോധിക്കാൻ. ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന മക്ക, മദീന രാജ്യങ്ങളുടെ നിയമം അള്ളാഹുവിൻ്റെ നിയമമായിരിക്കും. ഇനി അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറാം. അതല്ല, രാജ്യദ്രോഹപരമായ നിലപാട് തന്നെ നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോടും അവൻ്റെ ദൂതനോടും പൊരുതാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ, ഇനി നിങ്ങൾക്കുള്ളത് ഫഖ്തുലുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഏതായി മുശ്രിക്കീങ്ങൾ? ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വരുന്ന, ഇങ്ങോട്ട് കൊല്ലാൻ വരുന്ന അവരെയാണ് പറഞ്ഞത്. അല്ലാതെ മുശ്രിക്കായി എന്നുള്ളതിൻ്റെ പേരിൽ ആരെയും കൊല്ലാനല്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ആയത്തൊക്കെ വല്ലാതെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാറുണ്ട്. ഇൻസലഖ എന്നുള്ള വാക്യം നമ്മൾ ഈ സൂറത്ത് യാസീന് പഠിച്ചിട്ടില്ലേ? വആയത്തുൽ ലഹുമുൽ ലൈല നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാഹും വആയത്തുൽ ലഹുമുൽ ലൈല നസ്ലഖു മിൻഹുൻ നഹാർ ഫഇദാഹും മുദ്ലിമൂൻ. അതാ, പകലിൽ നിന്ന് രാത്രിയെ ഊരിക്കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഒരു കൂട്ടിമുട്ടലുകളില്ലാതെ ഒന്ന് മറ്റൊന്നിൽ ചേർന്ന് ലയിച്ചു പോകുന്നതിനാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ മാസങ്ങൾ കഴിഞ്ഞു പോയാൽ, ഇത് ദുൽഹജ്ജ് 10-ന് ഹിജ്റ 9 ദുൽഹജ്ജ് 10-ന് പ്രഖ്യാപിക്കുക. തുടർന്നുള്ള 4 മാസങ്ങളാണ് ഇവിടെ യുദ്ധനിഷിദ്ധമായ മാസങ്ങൾ. അഥവാ 4 മാസം അവർക്ക് പുനരാലോചനക്ക്,
കരാറിലേക്ക് തന്നെ തിരിച്ചു വരാൻ, തമ്മിലൊരു കരാറുണ്ടല്ലോ, അതിലേക്ക് തിരിച്ചു വരാനാണ്. അതിന് സന്നദ്ധരല്ലാതെ പ്രവാചകനെയും സംഘത്തെയും എതിർക്കുവാനും അവരോട് പോരാടാനും അവരെ പതിയിരുന്ന് ആക്രമിക്കുവാനും ഒക്കെ തന്നെയാണ് തുനിയുന്നതെങ്കിൽ ഫഖ്തുലുൽ മുശ്രിക്കീൻ, അത്തരം ബഹുദൈവാരാധകരെ, ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കൊല്ലുക എന്നാണ് മുസ്ലിമീങ്ങളോടുള്ള കൽപ്പന. അപ്പോൾ എത്തരം ബഹുദൈവാരാധകരാണ്? ബഹുദൈവാരാധകരായി എന്നുള്ളത് മാത്രമല്ല, ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയും, യുദ്ധം ഏകപക്ഷീയമായി മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക, കിട്ടിയടുത്ത് വെച്ച് അവരെ ഉപദ്രവിക്കുക, കൊല്ലുക. അവരോട് പിന്നെന്താ ചെയ്യേണ്ടത്? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമല്ല, അതിന് വടി വേണം. ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. അതാണ് ഇവിടുത്തെ സംഭവം. നമ്മൾ അതന്നെ, അതെന്നാണ് നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. ആ മുസ്ലിങ്ങളെ കൊല്ലാൻ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് ദുർവ്യാഖ്യാനം ചെയ്യാണ്. അത് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഇവരുടെ നിലപാട്, അവിടെയാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എന്നിട്ടും പറഞ്ഞത് 4 മാസം നിങ്ങൾ കാത്തിരിക്കണം, അവർക്ക് പുനരാലോചനയ്ക്ക് അവസരം കൊടുക്കണം. അവർ അതിൽ നിന്ന് വിരമിച്ചുകൊണ്ട് സ്വസ്ഥരായി പോവുകയാണെങ്കിൽ നിങ്ങൾ, അവസാനം പറയുന്നുണ്ടല്ലോ ഫഖല്ലു സബീല, അവരെ വിട്ടേക്ക്. അപ്പോൾ ഇത് ഏതൊരു രാജ്യവും, ഇസ്ലാമികമായൊരു രാജ്യം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ അതിനെ ഉപദ്രവിക്കാൻ, അതാണ് വിഷയം. ഇസ്ലാമിൻ്റെ സ്വാധീനം, മേൽക്കോയ്മ അവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്നു. എന്നിട്ട് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നതിന് പകരം ഒളിപ്പോര് നടത്തിയാൽ അത്തരം ആളുകൾ എന്താ, ഇന്ത്യ രാജ്യം എന്താ ചെയ്യുക? ഓരോ രാജ്യങ്ങളും എന്താ ചെയ്യുക? രാജ്യദ്രോഹ പ്രവർത്തനം, അത് വ്യത്യസ്ത ഗ്രൂപ്പുകൾ രൂപീകരിച്ച് രാജ്യത്തോട് പൊരുതിയാൽ അത് സ്വാഭാവികമായും ഓരോ രാജ്യത്തിൻ്റെയും നിയമമാണ് അവരെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടികൂടി വിചാരണ ചെയ്ത് മിക്കവാറും വധിക്കപ്പെടുക എന്നതാണ് അവർക്ക് നൽകുന്ന ശിക്ഷ. അത് ഏകപക്ഷീയമായ ആരോപണമായി രാജ്യദ്രോഹികളാന്ന് പറഞ്ഞിട്ട് കാര്യം, തെളിവുണ്ടാകണം. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഫൈദൻ സലഹൽ അഷ്ഹുറുൽ ഹുറുമു, അവർക്ക് നൽകിയിട്ടുള്ള 4 മാസം യുദ്ധം നിഷിദ്ധമാക്കി അള്ളാഹു ഇവിടെ നിഷിദ്ധമാക്കിയിട്ടുള്ള ഇനി തുടർന്ന് വരുന്ന 4 മാസങ്ങൾ കഴിഞ്ഞാലാണ് ഫഖ്തുലുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെ കൊന്നോളൂ. ഇതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം. ഇവിടെ മുശ്രിക്കീങ്ങളെ കൊല്ലുക എന്നുള്ള അവരുടെ വിശ്വാസാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതിന് ഉപദ്രവിക്കുക എന്നല്ല, ഇങ്ങോട്ട് പൊരുതാൻ വരുന്നവരോട് അങ്ങോട്ടും പൊരുതുക. ചിലപ്പോൾ സ്വയം കൊല്ലപ്പെടും, ചിലപ്പോൾ അവരും കൊല്ലപ്പെടും. ഇത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. ഹൈസ് വജത്തു മുഹും, കണ്ടയിടത്ത് വെച്ച്. എന്താ കണ്ടയിടത്ത് വെച്ച്? അവർ സായുധരായി മുസ്ലിമീങ്ങളെ കൊല്ലാൻ ഒരുങ്ങി വരുന്നവരാണ്, അപ്പോൾ അവരെ കൊല്ലുക. വഖുദൂഹും, അവർ പിടികൂടണം. ഇതെല്ലാം ഒരേ സാഹചര്യത്തിലല്ല. കൊല്ലേണ്ടവരെ കൊല്ലണം. വഖുദൂഹും, പിടികൂടേണ്ടവരെ പിടികൂടണം. വഹസുറുഹും, ഉപരോധിക്കേണ്ടവരെ ഉപരോധിക്കണം. അതില്ലേ, വീട്ടു തടങ്കലിലാക്കും. ചിലപ്പോൾ പല രാജ്യങ്ങളിലും അങ്ങനത്തെ നിയമങ്ങളുണ്ട്. ഇൻ്റർനെറ്റ് വിച്ഛേദിക്കാറുണ്ട്. ഇങ്ങനെ അവരുടെ സൗകര്യങ്ങളെ പരിമിതപ്പെടുത്തും. വഹസുറുഹും, അവരെ തടവിലാക്കണം എന്ന് അർത്ഥം പറയാം. വഹസുറുഹും, ഹസറ എന്നുള്ളതിന് അങ്ങനെ അർത്ഥം, ഉപരോധിക്കുക എന്നാണ് ഹസറ. അപ്പോൾ അവരെ നിയന്ത്രിക്കണം എന്നർത്ഥം. ഇതൊക്കെ സ്വാഭാവികമായി ഓരോ രാജ്യങ്ങളുടെയും നിയമങ്ങളാണ്. ഇസ്ലാമിലും അതുണ്ട്. അത് മനസ്സിലാക്കിയാൽ പിന്നെ ആ പ്രശ്നം അവിടെ തീരും. വഖുദൂലഹും, അത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കണം. കുല്ല മർസദിൻ, ഓരോ പതിയിരിക്കുന്ന സ്ഥാനങ്ങളിലും. എന്താ പതിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരെ നിരീക്ഷിക്കണം. അത് കേവലമായ ആരോപണമായാൽ പോരാ. ഇവിടെ മുസ്ലിമീങ്ങൾക്കെതിരെ ഉള്ളതുപോലെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യദ്രോഹ നടപടികളിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരെ പിൽക്കാലത്തും നിങ്ങൾ നിരീക്ഷിക്കണം. അതാണ് അവരുടെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കണം. അതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ ഇടപാടുകൾ നിരീക്ഷിക്കണം. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെ പൊരുതാൻ അവർ കോപ്പ് കൂട്ടുന്നത് തടയാൻ ശ്രമിക്കണം. അവരെ സ്വൈരവിഹാരത്തിന് വിടരുത്. അത് എല്ലാ രാജ്യവും, ഒരു നിയമവാഴ്ചയുള്ള എല്ലാ രാജ്യവും അവരുടെ പ്രജകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇസ്ലാമിലും അതുണ്ട്. ഇസ്ലാം അത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ അജണ്ടകളല്ല ഇത്. ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അവിടെ എന്താ രാജ്യം എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും അടങ്ങുന്ന അറേബ്യൻ ഉപഭൂഖണ്ഡം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതിന് ശേഷം
ആ രാജ്യത്തെ ജനങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. യുദ്ധ സാഹചര്യം ഉണ്ടായാൽ, യുദ്ധത്തിനൊരുങ്ങി വന്നാൽ, സായുധ ഗ്രൂപ്പുകൾ യുദ്ധത്തിനൊരുങ്ങി വന്നാൽ അവരെ കൊല്ലണം. അല്ലാത്ത ചില ആൾക്കാരെ നിരീക്ഷിച്ചാൽ മതിയാകും. ചില ആളുകളെ നിങ്ങൾ ഉപരോധിക്കേണ്ടി വരും, ചില ആളുകളെ പിടികൂടി തടവിലാക്കേണ്ടി വരും. ഇതൊക്കെ എല്ലായ്പ്പോഴും എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ കൊല്ലാൻ പറഞ്ഞ് കാണുന്നവരൊക്കെ പിടിച്ച് കൊന്നോളി എന്നല്ല. ഫഖ്തുലുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹും, കണ്ടയിടത്ത് വെച്ച് തന്നെ കാണുന്നവരെ എന്നല്ലല്ലോ അതിനർത്ഥം. യുദ്ധം ചെയ്യാൻ ഒരുങ്ങി വരുന്നവരെ, സായുധരായ ഗ്രൂപ്പുകാരെ. അങ്ങനെയുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഓരോ രാജ്യവും അവരെ കണ്ടയിടത്ത് വെച്ച് വെടിവെക്കാൻ ഓർഡർ കൊടുക്കാറുണ്ട് മജിസ്ട്രേറ്റുമാരൊക്കെ. എന്താ കാരണം? അത് സായുധ ഗ്രൂപ്പുകൾ രാജ്യത്തിനെതിരെ പൊരുതുമ്പോഴാണ്. വഖുദൂഹും, അവരെ പിടികൂടണം. അത് ജയിലിലിടാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വഹ്സുറുഹും, അവരെ ഉപരോധിക്കണം. അവർക്ക് ആയുധം വരുന്നത് എവിടെ നിന്നാണെങ്കിൽ അത് തടയണം, അവരുടെ സാമ്പത്തിക സ്രോതസ്സ് തടയണം. ഇതൊക്കെയാണ് വഹ്സുറുഹും, അവരെ ഉപരോധിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. വഖ്ഉദൂ ലഹും കുല്ല മർസദിൻ എന്ന് പറഞ്ഞാൽ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. കാവലും നിരീക്ഷണവും വേണം. അവർ രാജ്യത്തിനെതിരെ പൊരുതുന്നുണ്ടോ, ആയുധം സംഭരിക്കുന്നുണ്ടോ, ഇതൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. മർസദ് എന്ന പതിയിരിക്കുന്ന സ്ഥലം, റസദ. വഖ്ഉദൂ ലഹും, നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. അല്ലാതെ അങ്ങനെ എവിടെയെങ്കിലും പോയി ഇരിക്കണം എന്നല്ല. അത് എല്ലാ രാജ്യത്തും ഉണ്ടാകും അങ്ങനെ. അതിർത്തി രാജ്യങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടുള്ള കാവൽ മാടങ്ങൾ അതുണ്ടാകും. അതുപോലെ നാശകാരികളാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരെ, തിരിച്ചറിഞ്ഞിട്ടുള്ളവരെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ, അതൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വഖ്ഉദൂ ലഹും കുല്ല മർസദ്, എല്ലാ മർമ്മസ്ഥാനങ്ങളിലും നിങ്ങൾ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം, അവർക്ക് വേണ്ടി ഇരിക്കണം എന്നാണ്. ഫഇൻ താബു, അവർ പശ്ചാത്തപിച്ചാൽ, അഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുകയും. ചില മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾക്കാർ സക്കാത്തോ നമസ്കാരമോ ഇല്ല എന്ന് പറയും ഇസ്ലാമിൽ. അബൂബക്കർ സിദ്ദീഖിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായില്ലേ ഒരു സംഘം ആൾക്കാർ, ഞങ്ങൾ നിസ്കരിക്കാനൊക്കെ റെഡിയാണ്, നോമ്പ് പിടിക്കാനും റെഡിയാണ്, പക്ഷേ സക്കാത്ത് തരൂല, സക്കാത്ത് നിഷേധിക്കുക. അത് രാജ്യത്തിന് ലഭിക്കേണ്ടതാണ്, രാജ്യനിവാസികൾക്ക് ലഭിക്കേണ്ടതാണ്. അത് സർക്കാരിനോ സർക്കാരിലെ വ്യക്തികൾക്കോ ഉപയോഗിക്കാനുള്ളതല്ല. ആ നാട്ടിലെ ആളുകൾക്ക് അവകാശപ്പെട്ടത് അത് തരൂല. ഇനി മുതൽക്ക് ഇത് സക്കാത്ത് നൽകാൻ പറ്റില്ല, ഞങ്ങൾ നിസ്കരിക്കും, നോൽക്കും, ബാക്കിയുള്ളതൊക്കെ ചെയ്യും. അബൂബക്കർ സിദ്ദീഖ് എന്താ ചെയ്തത്? അബൂബക്കർ സിദ്ദീഖ് അവരോട് യുദ്ധം ചെയ്യുക ചെയ്തത്. അങ്ങനെ ഇസ്ലാമിൽ ഒരു കാര്യമുണ്ടെന്നും മറ്റൊരു കാര്യമില്ലെന്നും അത് നൽകാൻ കഴിയില്ലെന്നും പറഞ്ഞാൽ ഇസ്ലാമിന് സ്വാധീനമുള്ള സ്ഥലമാണെങ്കിൽ അവരോട് പോരാടിയിട്ട് പിടിച്ചെടുക്കും. അതുപോലെ സക്കാത്ത് നൽകാം, നിസ്കരിക്കുകയും ചെയ്യാം. നോമ്പില്ല ഇസ്ലാമിൽ, ഒരു മാസം പട്ടിണി കിടക്കാൻ അത് പറ്റൂല. അത് ഞങ്ങളുടെ ഈ പ്രവശ്യയിൽ ഞങ്ങൾ തീരുമാനിച്ചിരിക്കണമെന്ന് പറയും. അവരെ ഇസ്ലാമിൻ്റെ നിയമവാഴ്ചയിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ അവരോട് പൊരുതേണ്ടി വരും. അതുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഫഇൻ താബു, അവർ തൗബ ചെയ്യുകയും, വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുകയും, വആതൗ സക്കാത്ത് നൽകുകയും. ഇതൊക്കെ വ്യത്യസ്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും വ്യത്യസ്ത വിഭാഗങ്ങളോടും ഇസ്ലാമിക ഭരണകൂടം അനുവർത്തിക്കേണ്ട നയങ്ങളാണ്. വആതൗ സക്കാത്ത ഫഖല്ലൂ സബീലഹും, അവരുടെ വഴിക്ക് അവരെ വെറുതെ വിട്ടേക്കണം. ഫഖല്ലൂ ഹല്ല, വെറുതെ വിടുക എന്നാണ്. സബീലഹും, അവരുടെ വഴി, അവരെ പിന്നെ ഉപദ്രവിക്കാൻ പാടില്ല. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് ഞാനിങ്ങനെ വിശദീകരിച്ചാലും ചിലപ്പോൾ സംശയം തീർന്നിട്ടുണ്ടാവില്ല. പരിഭാഷകളും തഫ്സീറുകളൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമുക്ക് സമാധാനം തരുന്ന വിധത്തിലുള്ള ഒരു വ്യാഖ്യാന വിശദീകരണങ്ങൾ അതിന് പരിഭാഷകളിലും തഫ്സീറുകളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. ആളുകൾ ഒരുപാട് വിമർശിക്കുന്നുണ്ട്, ഖുർആൻ ഇങ്ങനെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടില്ലേ? ഇത് നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ബദർ യുദ്ധ നിരൂപണ സംബന്ധമായി സൂറത്തു അംഫാലിൽ കാര്യങ്ങൾ വന്നപ്പോഴും, ഉഹദ് നിരൂപണം സംബന്ധമായിട്ട് സൂറത്ത് ആൽ ഇമ്രാനിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും, ഇങ്ങോട്ട് കൊല്ലാൻ വരുന്നവന് അങ്ങോട്ട് കൊല്ലാനുള്ള അവകാശമുണ്ട്, ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വരുന്നവൻ, ഇങ്ങോട്ട് തല്ലാൻ വരുന്നവൻ അങ്ങോട്ട് തല്ലാനുള്ള അവകാശമുണ്ട്. അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ട് കൊല്ലാൻ ഒരുങ്ങുന്നവനെ അങ്ങോട്ട് കൊല്ലാം, അല്ലെങ്കിൽ കൊല്ലണം എന്നാണ്. അത് ഒരു ഭരണകൂടം, ഒരു വ്യവസ്ഥാപിത ഭരണകൂടം, ഒരു നിയമം നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ ലോകത്തെ എല്ലായിടത്തും എന്നും അംഗീകരിച്ചിട്ടുള്ളതാണ്.
അത് ഓരോ രാജ്യത്തും അതിർത്തി കാക്കുന്ന പോലീസുകാരും പട്ടാളക്കാരും ചിലപ്പോൾ നിർഭാഗ്യവശാൽ കൊല്ലപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർ കടന്നു കയറ്റക്കാരാണ്, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വെടിവെച്ചത് കൊണ്ടാണ് തിരിച്ച് വെടിവെക്കേണ്ടി വരുന്നത്. അപ്പോൾ കൊല്ലപ്പെടാം. ഇതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട്, അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം ഉൾക്കൊണ്ടുകൊണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലും ഹദീസിലും ഖുർആനിൻ്റെ പദപ്രയോഗങ്ങളിലും അള്ളാഹു ഉദ്ദേശിച്ചതിനെ മനസ്സിലാക്കാനുള്ള വിശാലമായ അറിവ്, അതിനുള്ള ബോധം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖുർആനിൻ്റെ അറിവ് നേടാൻ സഹായിക്കുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب